PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSC സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ HSC സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ HSC സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് പോകും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ HSC സോഷ്യൽ സയൻസിന് വേണ്ടി കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം. അത് ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ ഒന്ന് പറയാം എന്തൊക്കെ പഠിച്ചു പോയിന്ന്. നമ്മൾ മൗര്യഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചും അതിനകത്ത് ഓരോ വ്യക്തികളെക്കുറിച്ചും ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചും അതിനകത്ത് ഓരോ വ്യക്തികളെക്കുറിച്ചും പഠിച്ചു. ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്ത് പഠിച്ചു? നമ്മൾ ഡൽഹി സുൽത്താനെക്കുറിച്ചും വിജയനഗരത്തെക്കുറിച്ചും മുഗൾ എംപയർ തുടങ്ങിയ ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് ഡൽഹി സുൽത്താനേറ്റിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഡൽഹി സുൽത്താനെക്കുറിച്ചും അടിമ വംശത്തെക്കുറിച്ചും ഖുത്ബ് ബിൻ ഐബക്കിനെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ഡൽഹി സുൽത്താനേറ്റിലെ ബാക്കി ആളുകൾ, അതായത് ഇൽത്തുമിഷ്, റസിയ സുൽത്താന, ബാൽബൻ തുടങ്ങിയ ആളുകളെയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് ഈ റസിയ സുൽത്താനയും ഇൽത്തുമിഷും ബാൽബനോടുകൂടി ഈ ഡൽഹി സുൽത്താനേറ്റിലെ അടിമ വംശം കംപ്ലീറ്റ് ആകും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗിൽജി വംശത്തെക്കുറിച്ചിട്ടായിരിക്കും പഠിക്കാൻ. മറക്കണ്ട, അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ HSC സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം ഇൽത്തുമിഷിനെ കുറിച്ച്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൽത്തുമിഷിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഫസ്റ്റ്, ഇൽത്തുമിഷിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? 1210 മുതൽ 1236 വരെയുള്ള കാലഘട്ടമാണ് ഇൽത്തുമിഷിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. 1210 മുതൽ 1236 വരെ. ആരെ വധിച്ചുകൊണ്ടാണ് ഈ ഇൽത്തുമിഷ് അധികാരത്തിൽ വരുന്നത്? ആരം ഷായെ വധിച്ചുകൊണ്ടാണ് കേട്ടോ. ആരം ഷായെ വധിച്ചുകൊണ്ടാണ് ആരധികാരത്തിലേക്ക് വരുന്നത്? നമ്മുടെ ഇൽത്തുമിഷ് അധികാരത്തിൽ വരുന്നത്. അതുപോലെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ ശില്പിയായി അറിയപ്പെടുന്ന ഇൽത്തുമിഷാണ് കേട്ടോ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ഇൽത്തുമിഷൻ എന്ന് പറയുന്നത്. ഇനി കുത്തബ് മീനാറിൻ്റെ പണി ആരംഭിച്ച ഭരണാധികാരി ഖുത്ബ് ബിൻ ഐബക്ക് ആണെങ്കിലും കുത്തബ് മീനാറിൻ്റെ പണി പൂർത്തിയാക്കിയ സുൽത്താൻ ഇൽത്തുമിഷാണ് കേട്ടോ. അപ്പോൾ കുത്തബ് മീനാറിൻ്റെ പണി പൂർത്തിയാക്കിയത് ആരാണ്? ഇൽത്തുമിഷാണ് കുത്തബ് മീനാറിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇനി ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഷംസുദ്ദീൻ എന്നതാണ് കേട്ടോ ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ പേര്. എന്താണ്? ഷംസുദ്ദീൻ എന്നതാണ് ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ഷംസുദ്ദീൻ എന്നാണ് ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ പേര്. ഇനി ലാഹോറിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമ വംശഭരണാധികാരി. അപ്പോൾ ലാഹോറിൽ നിന്ന് ഈ ഒരു തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരി ചോദിക്കുവാണെങ്കിലും ആര് തന്നെയാണ്? ഇൽത്തുമിഷ് തന്നെയാണ് കേട്ടോ. ഭൂനികുതി സമ്പ്രദായമായ ഇക്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച വ്യക്തി. ഭൂനികുതി സമ്പ്രദായമായിട്ടുള്ള ഇക്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ ഇൽത്തുമിഷാണ്. തൻ്റെ ഭരണപ്രദേശങ്ങളെ ഏകീകൃത പണവ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി. തൻ്റെ ഭരണപ്രദേശങ്ങളിൽ ഒരു ഏകീകൃത പണവ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരിയും ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ വളരെ പ്രശസ്തമായിട്ടുള്ള 2 നാണയങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാ? ഒന്ന് തങ്കയും മറ്റൊന്ന് ജിറ്റാൾ എന്ന് പറയുന്നു. തങ്കയും ജിറ്റാളുമാണ് ഇൽത്തുമിഷ് പുറത്തിറക്കിയ 2 നാണയങ്ങൾ. തങ്ക എന്ന് പറഞ്ഞാൽ വെള്ളി നാണയവും ജിറ്റാൾ എന്ന് പറഞ്ഞ ചെമ്പു നാണയവുമാണ് കേട്ടോ. അപ്പോൾ തങ്ക എന്ന് പറഞ്ഞ വെള്ളി നാണയവും ജിറ്റാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പു നാണയവുമാണ്. അപ്പോൾ ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്കയും ജിറ്റാളും. നാണയങ്ങളുടെ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ എന്ന് രേഖപ്പെടുത്തിയ സുൽത്താൻ. നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ എന്ന് രേഖപ്പെടുത്തിയ ഈ അടിമവംശത്തിലുള്ള ഭരണാധികാരി ചോദിക്കുവാണെങ്കിലും ആര് തന്നെയാണ്? ഇൽത്തുമിഷ് തന്നെയാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഈ ഇൽത്തുമിഷിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഒന്ന്, അടിമയുടെ അടിമ എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? അടിമയുടെ അടിമ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം അറിയപ്പെടുന്നതാണ് അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന അടിമ വംശ ഭരണാധികാരി ഇൽത്തുമിഷാണ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്തെന്നറിയപ്പെടുന്നു? മറ്റൊരു കാര്യം, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഈ ഇൽത്തുമിഷ് തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. ദൈവഭൂമിയുടെ സംരക്ഷകൻ. അതുപോലെ ശവകുടീര നിർമ്മാണത്തിൻ്റെ പിതാവ്. നിർമ്മാണത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഇൽത്തുമിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ്? അടിമയുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ, ശവകുടീര നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നൊക്കെ വിശേഷണം ആർക്കുള്ളതാണ്? നമ്മുടെ ഇൽത്തുമിഷിനുള്ളതാണെന്ന് ഓർക്കുക. ഇനി
മരണമടഞ്ഞ മകൻ നസ്രുദ്ദീൻ്റെ മുഹമ്മദിന് വേണ്ടി ഇൽത്തുമിഷ് നിർമ്മിച്ച ശവകുടീരമാണ് സുൽത്താൻ ഗാരി. അപ്പോൾ മരണമടഞ്ഞ മകനായിട്ടുള്ള നസ്രുദ്ദീൻ മുഹമ്മദിന് വേണ്ടി ഇൽത്തുമിഷ് നിർമ്മിച്ച ശവകുടീരത്തിൻ്റെ പേരെന്താണ്? സുൽത്താൻ ഗാരി എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ശവകുടീരം എന്നാണ് ഈ സുൽത്താൻ ഗാരി അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ശവകുടീര നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നൊക്കെ ആരറിയപ്പെടുന്നത്? ഇൽത്തുമിഷ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ശവകുടീരം നിർമ്മിച്ചത് സുൽത്താൻ ഗാരി എന്ന് പറഞ്ഞാൽ ആരുടെ ശവകുടീര? നമ്മുടെ ഇൽത്തുമിഷിൻ്റെ മകനായിട്ടുള്ള നസ്രുദ്ദീൻ മുഹമ്മദിൻ്റെ ശവകുടീരത്തെയാണ് ഈ സുൽത്താൻ ഗാരി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയ ഡൽഹി സുൽത്താൻ. മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുള്ള സുൽത്താനും ആര് തന്നെയാണ്? ഈ ഇൽത്തുമിഷ് തന്നെയാണെന്നൊന്ന് ഓർത്തിരിക്കുക. ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ചോദിക്കുകയാണ് ചെങ്കിസ് ഖാൻ ആണ് കേട്ടോ. ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ആരാന്ന് ചോദിക്കുകയാണ് ചെങ്കിസ് ഖാൻ ആണ്. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത് 1221 ഇന്ത്യ ആക്രമിക്കുന്ന എന്നാണ് 1221 ഈ ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുന്നത്. കുതിരകളെ ഉപയോഗിച്ച് തപാൽ സമ്പ്രദായം കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് കേട്ടോ ചെങ്കിസ് ഖാൻ. കുതിരകളെ ഉപയോഗിച്ച് തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയിട്ടുള്ള ഭരണാധികാരി ചെങ്കിസ് ഖാനാണ്. അതുപോലെ തന്നെ ഇൽത്തുമിഷ് അന്തരിച്ച വർഷം 1236 ഇൽത്തുമിഷ് അന്തരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇൽത്തുമിഷ് അന്തരിച്ചെന്നാണ് 1236 ഇൽത്തുമിഷ് അന്തരിക്കുകയും ചെയ്തു എന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇൽത്തുമിഷിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കി? ആരംഷയെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത വംശ ഭരണാധികാരിയാണ്. അതുപോലെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ്. ഈ കുത്തബ് മീനാറിൻ്റെ പണി കഴിപ്പിച്ച വ്യക്തി ഖുതുദ്ദീൻ ഐബക്ക് ആണെങ്കിലും അത് പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ നോക്കി? ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ പേരെന്താ? ഷംസുദ്ദീൻ എന്താണ് ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ പേര്. ലാഹോർ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമ വംശ ഭരണാധികാരിയാണ് ആര്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നികുതി സമ്പ്രദായമായ ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത് ഇൽത്തുമിഷാണ്. തൻ്റെ ഭരണപ്രദേശങ്ങളിൽ ഏകീകൃത പണവ്യവസ്ഥ കൊണ്ടുവന്നും ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങളാണ് തങ്കയും ജിറ്റാൾ എന്ന് പറയുന്നത്. തങ്ക എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളി നാണയവും ജിറ്റാൾ എന്ന് പറഞ്ഞാൽ ചെമ്പ് നാണയവുമാണ്. നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് താൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അടിമവംശ ഭരണാധികാരിയും ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷിൻ്റെ വിശേഷണങ്ങൾ എന്താ? ദൈവഭൂമിയുടെ സംരക്ഷകൻ, അടിമയുടെ അടിമ, ശവകുടീര നിർമ്മാണത്തിൻ്റെ പിതാവ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ശവകുടീര നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ശവകുടീരം നിർമ്മിച്ചിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഈ ഒരു ഇൽത്തുമിഷാണ്. അത് ആരുടെയാണ് ഈ ആദ്യത്തെ ശവകുടീരം? സുൽത്താൻ ഗാരിയുടെയാണ്. സുൽത്താൻ ഗാരിയും ഈ ഇൽത്തുമിഷും തമ്മിലുള്ള ബന്ധം എന്താ? ഇൽത്തുമിഷിൻ്റെ മകനാണ് നസ്രുദ്ദീൻ മുഹമ്മദിൻ്റെ ശവകുടീരമാണ് ഈ സുൽത്താൻ ഗാരി എന്ന് പറയുന്നത്. അതുപോലെ മൾട്ട, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയ ഡൽഹി സുൽത്താനും ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ചോദിക്കുകയാണെങ്കിൽ ചെങ്കിസ് ഖാനാണ്. 1221 ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇൽത്തുമിഷ് അന്തരിച്ച വർഷം 1236 കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൽത്തുമിഷിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട. 1210 മുതൽ 1236 വരെയാണ് ചെങ്കിസ് ഖാൻ്റെ ഒരു കാലഘട്ടം. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു പ്രശസ്തയായിട്ടുള്ള ഒരു ഭരണാധികാരിയെക്കുറിച്ച് പഠിക്കാം. അത് കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിൽ വന്നാണ് റസിയ സുൽത്താന. 1236 മുതൽ 1240 വരെയുള്ള കാലഘട്ടത്തിലാണ് റസിയ സുൽത്താന ഈ ഒരു അടിമ വംശത്തിൻ്റെ ഭരണാധികാരിയായിട്ട് വരുന്നത്. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് ആര്? റസിയ സുൽത്താന. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി എന്നുകൂടി പ്രത്യേകത ആർക്കുണ്ട്? റസിയ സുൽത്താനയ്ക്കുണ്ട്. അപ്പോൾ ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി കൂടിയാണ് ആര്? റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരി. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരിയും റസിയ സുൽത്താനയാണ്. റസിയ സുൽത്താന വിവാഹം കഴിച്ച പട്ടാഡിയിലെ ഗവർണറാണ് മാലിക് അൽത്തുനിയ. അപ്പോൾ എന്താണ്? റസിയ സുൽത്താൻ വിവാഹം കഴിച്ച വ്യക്തിയാണ് ആര്? മാലിക് അൽത്തുനിയ എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 1240 ഹരിയാനയിലെ വച്ച് റസിയ സുൽത്താന വധിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരിയാണ്. ഇവർ വിവാഹം കഴിച്ച വ്യക്തിയുടെ പേരാണ് മാലിക് അൽത്തുനിയ എന്ന് പറയുന്നത്. 1240 ഹരിയാനയിൽ വെച്ചിട്ട് റസിയ സുൽത്താന വധിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ 1236 മുതൽ 1240 വരെയുള്ള കാലഘട്ടത്താണ് റസിയ സുൽത്താനയുടെ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇൽത്തുമിഷിന് ശേഷമാണ് റസിയ സുൽത്താന അധികാരത്തിൽ വരുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക.
ഗിയാസുദ്ദീൻ ബാൽബൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1266 മുതൽ 1287 വരെയുള്ള കാലഘട്ടത്തിലാണ് ഗിയാസുദ്ദീൻ ബാൽബൻ്റെ ഒരു കാലഘട്ടം. അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി, അടിമവംശത്തിലെ ഏറ്റവും കഴിവുള്ള ഭരണാധികാരിയായിരുന്നു ആര്? ബാൽബൻ എന്ന് പറയുന്നത്. മരം വെട്ടുകാരൻ, അടിമ, സൈനികൻ, മന്ത്രി, രാജാവ് ഇവയെല്ലാമായിരുന്ന ഏക സുൽത്താനാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. മരം വെട്ടുകാരൻ, അടിമ, സൈനികൻ, മന്ത്രി, രാജാവ് ഇവയെല്ലാമായിരുന്ന ഏക സുൽത്താനും ആരാണ്? ഈ ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഈ ഒരു അടിമവംശ ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷനെന്നും സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി. ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ്. രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ച ഭരണാധികാരി. രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരി. രാജാവ് ദൈവത്തിന് നിഴലാണെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ രാജാവ് ദൈവത്തിന് നിഴലാണെന്ന് വിശ്വസിച്ചിരുന്നു ആര് തന്നെയാണ്? ബാൽബൻ തന്നെയാണ്. അപ്പോൾ ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി. രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരി. രാജാവ് ദൈവത്തിൻ്റെ നിഴലാണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിമാർ തന്നെയാണ്? ബാൽബൻ തന്നെയാണെന്ന് ഓർക്കുക. ഇനി രണ്ടാം അടിമവംശ സ്ഥാപകനെന്നും ഈ ബാൽബൻ അറിയപ്പെടുന്നു കേട്ടോ. രണ്ടാം അടിമവംശ സ്ഥാപകനെന്നും അറിയപ്പെടുന്നു. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരി. കൊട്ടാരത്തിൽ തമാശ പറയുക, ചിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരോധിച്ചിരുന്ന ഭരണാധികാരി ബാൽബനാണ്. അതുപോലെ തന്നെ എന്താണ്? നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച അടിമവംശ സുൽത്താൻ. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച അടിമവംശ സുൽത്താൻ ബാൽബനാണ്. അതുപോലെ കൃഷി വ്യാപിക്കുന്നതിന് വേണ്ടി ബാൽബൻ കർഷകർക്ക് വീതിച്ചു കൊടുത്ത പ്രദേശമാണ് ദൊവാബ് പ്രദേശം. ദൊവാബ് പ്രദേശത്തിന് പ്രത്യേകത എന്താ? കൃഷി വ്യാപിക്കുന്നതിന് വേണ്ടി ബാൽബൻ കർഷകർക്ക് വീതം വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്രദേശമാണ്. ഗംഗ, യമുന നദികൾക്കിടയിലാണ് കേട്ടോ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ബാൽബൻ്റെ കൊട്ടാരം അറിയപ്പെടുന്നത് ചുവന്ന കൊട്ടാരം എന്ന പേരിലാണ്. ചുവന്ന കൊട്ടാരം എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത്? ബാൽബൻ്റെ കൊട്ടാരം അറിയപ്പെടുന്നത്. ഇനി ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന് കരുതപ്പെടുന്ന ദ്വൈത സിദ്ധാന്ത വക്താവാണ് മാധവാചാര്യർ. മാധവാചാര്യരുടെ പ്രത്യേകത എന്താ? ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന് കരുതപ്പെടുന്ന ഒരു വക്താവാണ്. അതുപോലെ തന്നെ അപ്പോൾ അടിമവംശത്തിലെ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി ബാൽബനായിരുന്നു. മരം വെട്ടുകാരൻ, അടിമ, സൈനികൻ, മന്ത്രി, രാജാവ് ഇവയെല്ലാമായിരുന്ന ഏക സുൽത്താനും ബാൽബനായിരുന്നു. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ബാൽബനാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടിരുന്ന സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഭരണാധികാരി ബാൽബനാണ്. രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരി ബാൽബനാണ്. രാജാവ് ദൈവത്തിൻ്റെ നിഴലാണെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയും ആര് തന്നെയാണ്? ബാൽബൻ തന്നെയാണ്. രണ്ടാം അടിമവംശ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ചിട്ടുള്ള അടിമവംശ ഭരണാധികാരി ബാൽബനാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച അടിമവംശ സുൽത്താനാണ്. അതുപോലെ കൃഷി വ്യാപിക്കുന്നതിന് വേണ്ടി ബാൽബൻ കർഷകർക്ക് വീതിച്ചു കൊടുത്ത പ്രദേശമാണ് ദോവാബ് പ്രദേശം. ഗംഗയും യമുനയും നദികൾക്കിടയിലുള്ള പ്രദേശമാണിത്. ബാൽബൻ്റെ കൊട്ടാരം ചുമന്ന കൊട്ടാരം എന്നറിയപ്പെടുന്നു. 1287 ബാൽബൻ അന്തരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മെഹ്റൗളിയിലാണ്. അത് ഡൽഹിയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആരെക്കുറിച്ചൊക്കെ പഠിച്ചു? അടിമവംശത്തിലെ ഇൽത്തുമിഷിനെക്കുറിച്ചും അതുപോലെ തന്നെ റസിയ സുൽത്താനെക്കുറിച്ചും ഗിയാസുദ്ദീൻ ബാൽബനെക്കുറിച്ചും പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മറ്റുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൽഹി സുൽത്താനിൻ്റെ അടിമവംശത്തിൽ കുതുബ്ബിൻ ഐബക്കിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിലെ അടിമവംശം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഗിൽജി വംശത്തെക്കുറിച്ചിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. HSI സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.